24 മുതലുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്ന ഒരു ജോഡി സംഖ്യകൾ എഴുതുക. 40 സെൻറ്റിമീറ്റർ ചുറ്റളവാണ് വേണ്ടത്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. 40 സെൻറ്റിമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 2 നീളവും 2 വീതിയും കൂട്ടിയതാണ്. അപ്പോൾ 2 നീളവും 2 വീതിയും കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 40 കിട്ടുന്നത്. അപ്പോൾ ഒരു നീളം ഒരു വീതിയും കൂട്ടുമ്പോൾ ഇത് രണ്ടും മാത്രം കൂട്ടുകയാണെങ്കിൽ ഇത് നീളം ഇത് വീതി, അപ്പോൾ എത്ര കിട്ടാൻ പാടുള്ളൂ? 20 സെൻറ്റിമീറ്ററേ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ കൂട്ടിയാൽ 20 വരുന്ന ഏത് പെയറും നമുക്ക് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാം. സം എന്തായിട്ടണം? 20 വരണം. അതായത് നിങ്ങൾക്ക് 1ഉം 19ഉം എഴുതാം, അല്ലെങ്കിൽ 2ഉം 18ഉം എഴുതാം. 20 3ഉം 17ഉം എഴുതാം. അങ്ങനെ കൂട്ടിയാൽ ഏത് വരുന്ന ഈ 20 വരുന്നതൊക്കെ നമുക്ക് എഴുതാം. ഇനി ചുറ്റളവ് 40 സെൻറ്റിമീറ്ററും പരപ്പളവ് 84 ചതുരശ്ര സെൻറ്റിമീറ്ററും ഉള്ള ഒരു ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. ചുറ്റളവ് 40 എന്നുള്ള കണ്ടീഷനിൽ കൂടെ ഒരു കണ്ടീഷൻ കൂടി വെച്ചിട്ടുണ്ട്. പരപ്പളവ് എത്രയാണ്? 84. അപ്പോൾ നമ്മൾ അതിനൊന്ന് കാര്യമായിട്ട് ചെയ്യണം. ചുറ്റളവ് 20 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചതുരത്തെ പരിഗണിച്ചപ്പോൾ ഇത് എക്സ് ആയി പരിഗണിക്കുകയാണെങ്കിൽ ഇത് 20 മൈനസ് എക്സ് എന്ന് പറയുന്ന നീളമായിട്ട് പരിഗണിക്കാം. ഇത് എക്സ്, ഇത് 20 മൈനസ് എക്സ്. അപ്പോൾ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? ഇത് കൂട്ടിയാൽ 20 മാറും. കൂട്ടിയാൽ 20 മാറുമ്പോഴാണ് ചുറ്റളവ് എത്രയായിട്ട് 40 മാറുന്നത്. ഇനി ഇങ്ങനെയല്ല എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് എക്സ് എടുക്കുന്നതിന് പകരം ഇത് 10 മൈനസ് എക്സ് എടുക്കാം. 10 മൈനസ് എക്സ് എടുക്കുമ്പോൾ ഇതെന്തായി മാറും? 10 പ്ലസ് എക്സ് ആയിട്ട് മാറും. അപ്പോൾ 10 മൈനസ് എക്സും 10 പ്ലസ് എക്സും കൂട്ടുമ്പോൾ 10 10 20 മൈനസ് എക്സും പോയി കിട്ടും 20 കിട്ടും. ഇത് രണ്ടും കൂട്ടുമ്പോൾ 20 കിട്ടും. ഇത് രണ്ടും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 20 കിട്ടും. അപ്പോൾ ഈ 2 റെപ്രസെൻറ്റേഷനും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന പോകുന്നത് ഈ പരപ്പളവ്, അതായത് എക്സ് ഇൻറ്റു 20 മൈനസ് എക്സ് സമം എന്ത് കിട്ടും? പരപ്പളവ് എത്രയാണ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? പരപ്പളവ് 84 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് അവിടെ. അപ്പോൾ 84 എഴുതി. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 20x ഗുണിച്ചാൽ 20x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എന്ത് കിട്ടി? സമം എന്ത് കിട്ടി? 84 കിട്ടി. സമം 84 ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പോസിറ്റീവായിട്ട് മാറും. ഇപ്പുറത്തേക്ക് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പോസിറ്റീവ്, എക്സ് സ്ക്വയർ 20x എന്തായിട്ട് മാറും? മൈനസ് 20x ആയിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. 84 എന്തായിട്ട് മാറും? ഇത് പുറത്ത് തന്നെയാണല്ലോ. അപ്പോൾ പ്ലസ് 84 ആയിട്ട് മാറും. സമയം എന്ത് ചെയ്താൽ 0 എഴുതാം. ഇത് ഫാക്ടറൈസേഷൻ ചെയ്യുക, ഘടകക്രിയ ചെയ്യുക. ഗുണിച്ചാൽ 84 കൂട്ടിയാൽ 20. നമ്മൾ കൂട്ടിയാൽ 20 കുറേ പെയർ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ പെയറിൽ കൂട്ടിയാൽ 20ഉം ഗുണിച്ചാൽ 84ഉം കിട്ടുന്നത് 16ഉം 4ഉമാണ്. 16ഉം 4ഉം നോക്കും. 16ഉം 4ഉം കൂട്ടി 20 കിട്ടും. 16 × 4 40, 40 4 24. സോറി 16ഉം 4ഉം അല്ല, 14ഉം 6ഉം ആണ് നമുക്ക് എടുക്കേണ്ടത്. 14ഉം 6ഉം. 14ഉം 6 എന്ന് പറയുമ്പോൾ എത്രയായി? 10 6 10 60 6 4 24 84 കിട്ടി. 6 10 60 6 4 24 84 കിട്ടി. 14ഉം 6ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് 14 ഇൻറ്റു എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് മൈനസ് 14 ഇൻറ്റു എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 14 അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 6. ഒന്നുകിൽ എക്സ് ഈസ് ഈക്വൽ ടു 14 എടുക്കുക, അല്ലെങ്കിൽ എന്തെടുക്കുക? എക്സ് ഈക്വൽ ടു 6 എടുക്കുക. രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ശരി കിട്ടും. അപ്പോൾ നീളം 14 ആകുമ്പോൾ വീതി 6, വീതി 6 ആകുമ്പോൾ നീളം 14. 14ഉം 6ഉം ആണ് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇങ്ങനെയല്ല ചെയ്തതെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് വെച്ച് ഉപയോഗിച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ്ഡായി കിട്ടും. അതായത് 10 പ്ലസ് എക്സ് ഇൻറ്റു എന്താ എഴുതിയാൽ മതി? 10 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതിയാൽ മതി? നമുക്ക് ഈസ് ഈക്വൽ ടു 84 എന്ന് എഴുതിയാൽ മതി. 10 പ്ലസ് എക്സ് ഇൻറ്റു 10 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എന്ത് എഴുതാം? ബി സ്ക്വയർ എഴുതാം. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 84 കിട്ടും. 10 സ്ക്വയർ ഈസ് 100. 100 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 84 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എക്സ് സ്ക്വയർ അപ്പുറത്തേക്ക് പോയി. പ്ലസ് എന്തുണ്ട് ഇവിടെ? 84 ഉണ്ട്. 100 അപ്പുറത്തേക്ക് മൈനസ് 100 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 84 മൈനസ് 100ഉം 16 കിട്ടും. 100 84 16 മൈനസ് 16 ഈസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 16 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 കിട്ടും. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 4 കിട്ടുമ്പോൾ എക്സ് അല്ല സൈഡ് എന്ന് പറയുന്നത് 10 മൈനസ് എക്സ് എന്ന് ചെയ്യണം. അപ്പോഴാണ് തെറ്റി പോകുന്നത്.
അപ്പോൾ അത് ചെയ്താൽ 10 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 6 കിട്ടും. അപ്പോഴാണ് ഒരു സൈഡ് 6 കിട്ടി. 1 സൈഡ് ഈസ് ഈക്വൽ ടു 6. ഒരു സൈഡ് 6 കിട്ടുമ്പോൾ അടുത്ത സൈഡ് 10 പ്ലസ് എക്സ്. 10 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 10 പ്ലസ് 4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 14 കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും 614 കിട്ടും. ഈ ഏതെങ്കിലും മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുകയും എന്നാൽ ഫാക്ടറൈസേഷൻ പിന്നീട് കിട്ടുകയും ചെയ്യില്ലെങ്കിൽ, ഘടകക്രിയ കിട്ടുകയും ചെയ്തില്ല എന്ന് കരുതുക, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഘടകക്രിയ കിട്ടാതിരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ഇനി ഇവിടെ ഘടകക്രിയ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2ah ചെയ്യണം. അതിൻ്റെ ഒരു ഈ ഇക്വേഷൻ വെച്ചോളം നമുക്ക് ചെയ്യാം. മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും 20 വരും. മൈനസ് ബി പറയുമ്പോൾ 20 കണ്ടോ, ബി എന്ന് പറയുമ്പോൾ -20, മൈനസ് ബി 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac പറയുമ്പോൾ എന്ത് കിട്ടും 40. 20 സ്ക്വയർ എന്ന് പറയുമ്പോൾ 400 മൈനസ് 4ac 4 ഇൻറ്റു 84 വരും. 4 ഇൻറ്റു 84 ബൈ എന്ത് വരും ബൈ 2a കിട്ടും. 2a ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 400 മൈനസ് 4 ഇൻറ്റു 84 ഈസ് ഈക്വൽ ടു 336 കിട്ടും. 336 4 ഇൻറ്റു 84 4 ഇട്ട് 32 4 16 336 കിട്ടും. അപ്പോൾ 400 336 കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 64 കിട്ടും. അപ്പോൾ 64/2 എന്ന് പറഞ്ഞിട്ട് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് 64/2 ദാറ്റ് ഈസ് റൂട്ട് 64 ഈസ് ഈക്വൽ 20 പ്ലസ് 8/2. അപ്പോൾ 20 പ്ലസ് 8 എന്നാൽ 28. 28/2 എന്ത് കിട്ടും 14 കിട്ടും അല്ലേ, ഒരു സൈഡ് കിട്ടി. ഇനി 20 മൈനസ് 8 എന്ന് പറയുമ്പോൾ മൈനസ് പ്ലസ് ഓർ മൈനസ് ഉണ്ടല്ലോ, 20 മൈനസ് 8 12. 12/2 വരുമ്പോൾ കിട്ടും 6 കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, കൃത്യമായിട്ട് കിട്ടും. അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല. അടുത്തത്, ഒരു പെട്ടിയിൽ 6 കറുത്ത മുത്തുകളും 4 വെളുത്ത മുത്തുകളും ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ 5 കറുത്ത മുത്തുകളും 3 വെളുത്ത മുത്തുകളും ഉണ്ട്. 2 പെട്ടിയിൽ നിന്നും നോക്കാതെ ഓരോ മുത്തെടുത്താൽ ആകെ ജോഡികളുടെ എണ്ണം എത്രയാണ്? രണ്ടും കറുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? ഒരെണ്ണം കറുത്തതും ഒരെണ്ണം വെളുത്തതും ആകാനുള്ള സാധ്യത കണക്കാക്കുക. നമുക്കിതിനെ ഒരു പെട്ടിയിൽ 6 കറുത്ത മുത്തുകളുള്ളത്, അതായത് ഇത് 6 എണ്ണം, 1 2 3 4 5 6 കറുത്ത മുത്തുകളുണ്ട്. 4 വെളുത്ത മുത്തുകളുണ്ട്, 1 2 3 4 വെളുത്ത മുത്തുകളുണ്ട്. മറ്റൊരു പെട്ടിയിൽ 5 കറുത്ത മുത്തുകളുള്ളത്, 1 2 3 4 5 കറുത്ത മുത്തുകളും 3 വെളുത്ത മുത്തുകളുണ്ട്. 3 വെളുത്ത മുത്തുകളും ഉണ്ട്. 2 പെട്ടിയിൽ നിന്നും നോക്കാതെ ഓരോ മുത്തെടുത്താൽ ഇതിൽ നിന്ന് 2 എണ്ണത്തിൽ നിന്നും ഓരോന്ന് എടുക്കുകയാണ്. ഒന്നിതിൽ നിന്നും എടുക്കുന്നത്. അതായത് നമ്മൾ 2 എണ്ണം ഒരു പെട്ടിയിൽ നിന്നല്ല എടുക്കുന്നത്, ഒന്നിതിൽ നിന്നും എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ എടുക്കുക എപ്പോഴും ഇതൊരു ടീമാണ് വിചാരിക്കുക. ഈ ടീമുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന പോലെ ഒരു സംഭവം ഓർക്കുക. ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരാളെടുക്കുക, ഇതിൽ നിന്ന് നമുക്ക് ഒരാളെടുക്കാം, ഇതും ഇയാളെടുക്കാം, അല്ലെങ്കിൽ ഇത് ഇയാളെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എത്ര ക്രമജോഡികൾ പെയറായിട്ട് എടുക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എത്ര ആൾക്കാർ, ഇതൊരു ഫുട്ബോൾ ടീമിൽ ആളുകളാണെന്ന് കരുതുക. ഇത് എത്ര ആളുകളുണ്ട്? 10 ആളുകളുണ്ട്. ഇവിടെ എത്ര ആളുകളുണ്ട്? 8 ആളുകൾ. 1 2 3 4 5 6 7 8. അപ്പോൾ ഇവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ 10 × 8 10 × 8 80 രീതിയിൽ നമുക്ക് ഇവരെ സെലക്ട് ചെയ്യാം. 2 ഓരോരുത്തരെ 80 രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ആകെ ജോഡികളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് 80 എന്നുള്ളതാണ്. ഇനി രണ്ടും കറുത്തതാകാനുള്ള സാധ്യത ചോദിക്കുമ്പോൾ നമ്മൾ ഈ സെക്ഷനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുള്ളൂ, ഈ ടീമിനെ മാത്രം. രണ്ടും കറുത്തതാകാനുള്ള സാധ്യത അപ്പോൾ ആകെ എത്രയാണ്? 80 ആണുള്ളത്. രണ്ടും കറുത്താനുള്ള സാധ്യത നോക്കുമ്പോൾ 1 2 3 4 5 6 6ഉം ഇവിടെ എത്രയാണ്? 1 2 3. അപ്പോൾ 6 × 3 18 നമ്മൾ ചെയ്യേണ്ടത്. 6 × 3 18/80 ചെയ്യണം. അത് സിമ്പിളായിട്ട് ചെറുതാക്കിയാൽ മതി. ഇനി ഒരെണ്ണം കറുത്തതും ഒരെണ്ണം വെളുത്തതും ആകാനുള്ള സാധ്യത എടുക്കുമ്പോഴോ, ഒരെണ്ണം കറുത്തതും ഒരെണ്ണം വെളുത്തതും എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 3 എണ്ണം കറുത്ത് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വെളുത്തെടുക്കാം. അപ്പോൾ 3 × 3 എന്ത് കിട്ടും? ഇവിടെ ഈ 3 എണ്ണം, 3 എണ്ണമല്ല, 1 2 3 4 5 6 എണ്ണം, ഈ 3 എണ്ണം. അപ്പോൾ 6 × 3 18 പ്ലസ് ഇനി തിരിച്ചെടുക്കണം നമ്മൾ. ഈ കറുത്തതും ഈ വെളുപ്പും നോക്കി, ഇനി ഈ വെളുപ്പും ഈ കറുപ്പും കൊടുക്കണം. അപ്പോൾ 1 2 3 4 4 × 1 × 5 4 × 5 ഉണ്ട് ഇവിടെ. 4 × 5 20. അപ്പോൾ 6 3 18 പ്ലസ് 4 × 5 20 സമം 38. ആകെ എത്ര കിട്ടും? 38 കിട്ടും.
ബൈ എത്ര കിട്ടും? 80 കിട്ടും. അപ്പോൾ രണ്ടും ശ്രദ്ധിക്കണം, ആ രണ്ട് ചോദ്യങ്ങളും. ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കറുത്തത് ഇവിടുത്തെ വെളുത്തത് ഗുണിക്കുക, പ്ലസ് ഇവിടുത്തെ വെളുത്തത് ഇവിടുത്തെ കറുത്തത് ഗുണിക്കുക. അപ്പോൾ ആകെ 38/80 കിട്ടും. ഇവിടെ 6 3 18/80 കിട്ടും. ഇനി അടുത്ത ചോദ്യം, പി ഓഫ് എക്സ് സമം എക്സ് സ്ക്വയർ മൈനസ് 5x + 10 എങ്കിൽ പി ഓഫ് 2 എത്രയാണ്? പി ഓഫ് 2 എളുപ്പമാണല്ലോ. 2ൻ്റെ സ്ക്വയർ മൈനസ് 5 × 2 പ്ലസ് എന്ത് ചെയ്യും? 10. ഈ i2 10, ഈ 10ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ i2 10ഉം ഈ 10ഉം കെട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 സ്ക്വയർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇനി പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2ൻ്റെ, അപ്പോൾ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എഴുതാൻ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് 5x + 10 പി ഓഫ് എക്സ് ആയി, മൈനസ് പി ഓഫ് 2ൻ്റെ വില എത്രയാണ്? 4. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 5x + 10 - 4 +6 കിട്ടും. ഇതിൻ്റെ ഗുണനഫലം ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. കൂട്ടിയാൽ 5 ഗുണിച്ചാൽ 6 എത്ര കിട്ടുക? 3ഉം 2ഉം. ഇവിടെ 2 നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എക്സ് മൈനസ് 3 ഇൻറ്റു എന്ത് എഴുതാം? എക്സ് മൈനസ് 2 കൃത്യമായിട്ട് എഴുതാം. 3 2 6, -3 -2 കൂട്ടുമ്പോൾ 5. കറക്റ്റ് ആൻസറാണ്. അടുത്തത് ആരം 3 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 7 സെൻറ്റിമീറ്റർ കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷനുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എളുപ്പമുള്ള കൺസ്ട്രക്ഷനാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു സാധനമല്ല. അടുത്ത 28ാമത്തെ ചോദ്യമാണ്. ചിത്രത്തിൽ ABCD ഒരു സമാന്തരികമാണ്. ആംഗിൾ A = 30 ഡിഗ്രി, AB = 12 സെൻറ്റിമീറ്റർ. AD കണ്ടുപിടിക്കുക. ഇത് 30 ഡിഗ്രിയാണ്, ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. ഈ ബന്ധം നമുക്ക് കിട്ടും. ഇത് 90 ആണ്. ഇതെത്രയാണ്? 60 ഡിഗ്രിയാണ്. എപ്പോഴും ചോദിക്കുന്ന ഇനി സൈൻ 30ൻ്റെ വില ആലോചിച്ചാലും മതി. സൈൻ 30ൻ്റെ വില എത്രയാണ്? 1/2 ആണ്. സൈൻ 30 1/2 കിട്ടണമെങ്കിൽ ഈ 30ൻ്റെ എതിരെയും ഇതും ഹരിക്കുമ്പോൾ ഇതും ഹരിക്കുമ്പോൾ 1/2 കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എത്രയായിരിക്കും? 3 ആയിരിക്കും. അതായത് ഈ സൈഡ് നമുക്ക് 3 ആയിരിക്കും. ഇതും ഹരിക്കുമ്പോൾ 1/2 കിട്ടണം. അപ്പോൾ ഇത് 3 ആയിരിക്കും. അപ്പോൾ ഈ സൈഡ് 3 കിട്ടി. ഇനി സമാന്തരികത്തിൽ ഡിയുടെ വില ചോദിച്ചിട്ടുണ്ട്. ഡിയുടെ വിലയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 3 കിട്ടി. സമാന്തരി ABCയുടെ പരപ്പളവ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 3 സമം എത്ര കിട്ടും? 12 36 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നിട്ട് കിട്ടും. ബേസ് 12, ഹൈറ്റ് 3 ആയതുകൊണ്ട് 12 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഒരു പരീക്ഷയിൽ കിട്ടിയ മാർക്കുകൾ ചുവടെ കൊടുക്കുന്നു. 26 21 32 38 45 48 മാർക്കുകളുടെ മാധ്യം കാണുക. മാർക്കുകളുടെ മാധ്യം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മാധ്യം നമുക്കറിയാം. മാധ്യം നമുക്ക് എല്ലാം പാടെ കൂട്ടാം. എല്ലാം പാടെ കൂട്ടുമ്പോൾ 21 + 21 + 26 + 32 + 38 + 45 + 48 സമം എല്ലാം കൂടി കൂട്ടുമ്പോൾ 210 കിട്ടും. 210നെ എന്തുകൊണ്ടിരിക്കണം? എണ്ണം കൊണ്ടിരിക്കണം. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 എണ്ണം കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18, ബാക്കി 30, 18 3 21 30 5 6 35 നമുക്ക് മാധ്യം കിട്ടുക. എന്നാൽ മധ്യമ മാർക്ക് എത്രയാണ്? മധ്യമ മാർക്ക് ചോദിക്കുമ്പോൾ നമ്മളിത് ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ എഴുതണം. ഏറ്റവും ചെറുത് 21, പിന്നെ എഴുതേണ്ടത് 26, പിന്നെ എഴുതേണ്ടത് 32, പിന്നെ എഴുതേണ്ടത് 38, പിന്നെ എഴുതേണ്ടത് 45, പിന്നെ എഴുതേണ്ടത് 48. 3 എണ്ണം ഇവിടെയും 3 എണ്ണം ഇവിടെയും വന്നു. 32 38 വരുന്നത്. 32 32 നടുവിലുള്ള എഴുതണം. 32 38 എഴുതും. 2ൻ്റെ 8ൻ്റെ നടുവിൽ എഴുതുക. 2 + 8/2 ചെയ്താൽ മതി. 2 + 10/2 5. അതായത് 32 32 ഇടയിൽ 35 നമുക്ക് എന്തായിട്ട് വരും? മധ്യമമായിട്ട് വരും. അടുത്ത 30ാം ചോദ്യം, ആധാരബിന്ദു കേന്ദ്രമായ വൃത്തം വയ്യക്ഷത്തെ 0.5 എന്ന ബിന്ദുവിൽ മുറിക്കും. നമ്മൾ ചെയ്ത് തന്നെയാണ്. 0.5ലാണ് ഇവിടെ മുറിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വൃത്തത്തിലെ മറ്റു 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യ നമുക്ക് ഇത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3 ബിന്ദുക്കളുടെ സൂചക സംഖ്യ ഇവിടെ എഴുതാൻ പറ്റും. ഇത് 0.5 ആണെങ്കിൽ ഈ 5 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 5 0 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? -5 0 ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 0 -5 ആയിരിക്കും. കറക്റ്റായിട്ട് കിട്ടും. 4 4 എന്ന ബിന്ദു ഈ വൃത്തത്തിലാണോ എന്ന് പരിശോധിക്കുക. അതായത് 0 0ഉം 4 4 എന്ന ബിന്ദുവും തമ്മിലുള്ള അകലം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. 0 0ഉം 4 4 ബിന്ദുവും തമ്മിലുള്ള അകലം എങ്ങനെ പരിശോധിക്കുക? √4² + 4² √2 2 4² √2 4² 4 പുറത്ത് എഴുതാം. 4√2 എന്ന് എഴുതാം. 4√2 എന്ന് എഴുതാം. 4√2ൻ്റെ വില നമുക്ക്
ഫോർ റൂട്ടിൻ്റെ വില നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ കമ്പയർ ചെയ്യാം. ഇത് എഴുതാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ കമ്പയർ ചെയ്യാം. സോ റൂട്ട് ഓഫ് 2 × 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 × 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 60. 2 × 60 എന്ന് പറയുമ്പോൾ ഇത് √32 വരും. 2 × 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 16 ദാറ്റ് ഈസ് √32. √32 വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ നമ്പർ പുറത്താണ് കിടക്കുക. കാരണം √25 5ആണുള്ളത്. √25 വരെ ഇവിടെ കിടക്കും. √32 പറയുമ്പോൾ എന്തായിട്ട് പുറത്തേക്ക് വരും അത്. അപ്പോൾ ഈ പോയിന്റ് നമ്മുടെ ഈ സർക്കിളിൻ്റെ പുറത്താണ് എന്ന് മനസ്സിലാക്കും. √32 നോക്കിയിട്ടാണ് പറയുന്നത്. √25 കൂടുതൽ √32. അപ്പോൾ അത് പുറത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കാം. 31ാമത് ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന സംഖ്യാക്രമം പരിശോധിക്കുക. ഈ സംഖ്യാക്രമത്തിൽ അടുത്ത വരി എഴുതുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 2 3 4 5 6 7 8 9. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എന്ത് തുടങ്ങാം, 10 തുടങ്ങാം. 11 12 13 14 15 16. അടുത്ത വരി എഴുതാൻ പറഞ്ഞിട്ടില്ല. ഈ സംഖ്യ അടുത്ത വരി എഴുതാനേ പറഞ്ഞു, ഒരു വരി എഴുതാനേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു വരി എഴുതിയാൽ മതി. ഇവിടെ 2 ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു വരി എഴുതിയാൽ മതി. ഓരോ വരിയിലെയും അവസാനത്തെ സംഖ്യകളുടെ ശ്രേണി എഴുതുക. അവസാനത്തെ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുമ്പോൾ 1 4 9 16. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1 4 9 16 16 എക്സെട്ര പോകും. അടുത്ത് വേണമെങ്കിൽ നമുക്ക് 25 കൂടെ എഴുതി വയ്ക്കാം, ക്രമം മനസ്സിലായി കഴിഞ്ഞാൽ. കാരണം ഇത് 1ൻ്റെ വർഗ്ഗം, ഇത് 2ൻ്റെ വർഗ്ഗം, 3ൻ്റെ വർഗ്ഗം, 4ൻ്റെ വർഗ്ഗം, 5ൻ്റെ വർഗ്ഗം, അങ്ങനെയാണ് പോകുന്നത്. ഇതൊരു സമാന്തര ശ്രേണിയല്ല, ഇതൊരു ശ്രേണിയാണ്, സമാന്തര ശ്രേണിയല്ല. 9ാം വരിയിലെ അവസാന സംഖ്യ ഏത്? 1ാം വരിയിൽ 1ൻ്റെ വർഗ്ഗം, 2ാം വരിയിൽ 2ൻ്റെ വർഗ്ഗം, 3ാം വരിയിൽ 3ൻ്റെ വർഗ്ഗം അവസാനിക്കും. 9ാം വരിയിൽ 9ൻ്റെ വർഗ്ഗത്തിൽ അവസാനിക്കും. 81ൽ അവസാനിക്കും. 10ാം വരിയിലെ ആദ്യ സംഖ്യയും അവസാന സംഖ്യ എഴുതുക. 9ാം വരി 81ൽ അവസാനിച്ചാൽ 10ാം വരി എന്തിൽ തുടങ്ങും? 82 തുടങ്ങും. അവസാന സംഖ്യ എന്തായിരിക്കും? 10ൻ്റെ വർഗ്ഗമായിരിക്കും. എത്രയായിരിക്കും? 100 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ആൻസർ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത 32ാം ചോദ്യം. XY അക്ഷരങ്ങൾ വരച്ച് 1 0 6 0 8 3 3 3 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ചതുർഭുജം ABCDക്ക് ഏറ്റവും അനുയോജ്യമായ പേര് എന്താണ്? ഈ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചിത്രം ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ചിത്രം വരയ്ക്കുന്നത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ പേര് സാമാന്തരികം എന്നുള്ളതാണ്. ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ സമവാക്യം ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ചിട്ട് നമുക്കിതിൻ്റെ പരപ്പളവും കണ്ടുപിടിക്കാം. 33ാം ചോദ്യം. വശങ്ങളുടെ നീളം 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഉള്ള ചതുരം വരയ്ക്കുക. ഈ ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ചോദ്യം ആയതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. അടുത്ത ചിത്രത്തിൽ ത്രികോണ ABCയിൽ കോൺ B = 90 ഡിഗ്രി, കോൺ C 30 ഡിഗ്രി, കോൺ ADC 120 ഡിഗ്രി, കൂടാതെ DC 10 സെൻറ്റിമീറ്റർ എങ്കിൽ DAC എത്രയാണ് എന്നുള്ളതാണ് ആ ചോദ്യം. അപ്പോൾ DAC എന്നുള്ളത് ഈ ത്രികോണത്തിലെ കോണായതുകൊണ്ട് 120 30 150 ബാക്കി ഇവിടെ എത്ര കിട്ടും? 150 120 30 150 150 നമുക്കിവിടെ വീണ്ടും 30 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കോണ് കിട്ടും, 30 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇത് എത്ര കിട്ടി? 30 ഡിഗ്രി കിട്ടി. ADയുടെ നീളം എത്രയാണ് ചോദിക്കുന്നുണ്ട്? ADയുടെ നീളം എത്ര ചോദിക്കുന്നുണ്ട്? ഇത് സമപാർശ്വ ത്രികോണമായി കഴിഞ്ഞു. അപ്പോൾ ഈ 30 കണ്ട സമപാർശ്വ ത്രികോണമായി. ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇത് 10 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ സൈഡ് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ADയുടെ നീളം 10 കിട്ടി. ആംഗിൾ ADB എത്രയാണ് ചോദിക്കുന്നുണ്ട്? ആംഗിൾ ADB എത്രയാണെന്നുള്ളത്. ADB ഇത് 120 ഡിഗ്രിയാണ്. ഇത് ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ്. അപ്പോൾ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. രണ്ടുകൂടി കൂട്ടി 180 വരണം. അപ്പോൾ അത് 60 ഡിഗ്രി എന്ന് കിട്ടി. BDAC എന്നിവയുടെ നീളം കണക്കാക്കുക. BDAC ഈ BDയും പിന്നെ ഈ ACയുടെയും നീളം കണക്കാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു ത്രികോണം നമുക്ക് ഈ ചെറിയ ത്രികോണം നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രി, ഇതെത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. ഇതെത്ര ഡിഗ്രിയാണ്? ഇത് 60 ഡിഗ്രി, 90 ഡിഗ്രി. 90ഉം 60 ആകുമ്പോൾ ഈ കോൺ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കോണ് 30 ഡിഗ്രി ആയിരിക്കും. ഈ സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ഹൈപ്പോട്ടന്യൂസ് കിട്ടിയിട്ടുണ്ട് 10. അപ്പോൾ നമുക്ക് റേഷ്യോ ഉണ്ട് 30 60 90 ആംഗിൾ റേഷ്യോ ഉണ്ട് 1 √3 2 ആയിരിക്കും റേഷ്യോ. അപ്പോൾ ഇവിടെ 90ൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഇത് 90 ആണ്. 90ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 10 ആണ്. 90ൻ്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കേണ്ടത്, ഈ ലെങ്ത്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. 30ൻ്റെ ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും ഇത് 2 ടൈംസ് ആണെങ്കിൽ ഇത് 1 ടൈംസ്, ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ ഇരട്ടിയാണിത്. അപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടിയായിരിക്കണം. അപ്പോൾ 5 10. അപ്പോൾ ഈ സൈഡ് AD എന്നുള്ളത്
ബി ഡി എന്നുള്ളതിൻ്റെ സൈഡ് നമുക്ക് ഈ ആൻസർ ബി ഡിയിൽ എത്ര കിട്ടും? 5 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ദിസ് സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റർ. നമുക്ക് ഇനി വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അടുത്ത് നമ്മൾ എ സി ചോദിക്കുന്നുണ്ട്. എ സി എന്ന് പറയുമ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആംഗിൾ റേഷ്യോ ഇതേമാതിരി എഴുതാം. 30, 60, 90. നമുക്ക് ഈ സൈഡ് ബി സി കിട്ടിയിട്ടുണ്ട്. ബി സി വലിയ ട്രയാങ്കിളുടെ ബി സി കിട്ടിയിട്ടുണ്ട്. ബി സി എന്നത് 15 ആണ്. അതായത് ഏതിൻ്റെ എതിരുള്ളതാണ്? 60യുടെ എതിരുള്ളത്. ഈ ആംഗിൾ 60 ആണ്. മൊത്തം ആംഗിൾ 60 ആണ്. ഇത് 30 ഡിഗ്രി, ഈ ആംഗിൾ 60. 60യുടെ എതിരുള്ളത് 15 സെൻറ്റിമീറ്ററാണ്. നമ്മൾ റേഷ്യോ പറയുമ്പോൾ ഇവിടെയും പറയാം 1√3:2. റേഷ്യോ പറയുമ്പോൾ ഇവിടെയും 1√3:2. ഈ √3 എന്തായി മാറി? 15 ആയി. അപ്പോൾ 2 എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം? √3 15 ആവുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം √3യെ 15/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ √3 × 15/√3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്നിട്ട് √3 ക്യാൻസൽ ചെയ്ത് 15 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും നമ്മൾ 15/√3 മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 × 15/√3 2 × 2 എന്ത് ചെയ്യണം? 2 × 15/√3 മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 30/√3. 30/√3 സാധാരണ ഇത് ഇങ്ങനെ എഴുതാറില്ല. ഈ √3 ക്യാൻസൽ ചെയ്തിട്ട് എഴുതല്. അപ്പോൾ 30/√3ന് മുകളിലും താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലും താഴെ √3 മൾട്ടിപ്ലൈ ചെയ്യുക. 30 × √3/√3 √3 √3 എന്ത് വരും? √3 × √3 3 ആയിട്ട് വരും. √3. അപ്പോൾ 3 10 30 മൈനസ് ചെയ്താൽ 10 വരും. ലാസ്റ്റ് ആൻസർ 10√3 വരും. എ സി ഈസ് ഈക്വൽ ടു എന്ത് വരും? 10√3 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അടുത്ത 35-ാം ചോദ്യം. ചിത്രത്തിൽ വൃത്തം എ ബി സി. ചിത്രത്തിൽ വൃത്തം എ ബി സി എന്ന ത്രികോണത്തിൻ്റെ വശങ്ങളെ പി ക്യു ആർ എന്ന ബിന്ദുക്കൾ തൊടുന്നു. കോൺ എ = 70 ഡിഗ്രി, കോൺ ബി = 60 ഡിഗ്രി. കോൺ ബി പി ക്യൂവിൻ്റെ അളവ് എത്രയാണ്? കോൺ പി ആർ ക്യൂവിൻ്റെ അളവ് എത്രയാണ്? കോൺ പി ക്യു ആറിൽ ത്രികോണത്തിലെ മറ്റ് 2 കോണുകൾ കണക്കാക്കുക. ഇത്രയാണ് ചോദ്യങ്ങൾ. നമുക്ക് ആവശ്യമുള്ളത് ഈ ത്രികോണത്തിലെ 3 കോണുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയിമായിട്ട്. കോൺ ബി പി ക്യു ചോദിക്കുന്നുണ്ട്. ത്രികോണത്തിലല്ലാത്ത ചോദിക്കുന്നത് കോൺ ബി പി ക്യു ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാനുള്ളത്? ഇത് സ്പർശരേഖകളാണ് വരുന്നത് അല്ലേ? ഈ സൈഡും നോക്കിയ സ്പർശരേഖ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സ്പർശരേഖയാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഈ 2 സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇത് സമപാർശ്വ ത്രികോണമായിരിക്കും. ഈ ബേസ് ആംഗിൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? ത്രികോണത്തിൽ 120 ഉണ്ട്. 120 ത്രികോണത്തിൽ പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 60 വരും. ഇവിടെ എന്ത് വരും? 60 വരും. ആ സെയിം പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇവിടെ 70 ആണല്ലോ. 70 കഴിഞ്ഞാൽ ബാക്കി 110 ഉള്ളു. 110 സ്പ്ലിറ്റ് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? ഇവിടെ 55. 110 പിന്നെ എന്ത് വരണം? 70 കഴിഞ്ഞ് കഴിഞ്ഞാൽ 110 ഉണ്ടാവും. 110 പകുതിയായി കഴിഞ്ഞാൽ ഇത് 2 സ്പർശരേഖകളാണല്ലോ, തൊടുവരകളാണ്. ഇത് 2 തൊടുവരകളാണ്. ഈ തൊടുവരകളാകുമ്പോൾ ഇവിടെ വീണ്ടും എന്ത് വരും? 55 വരും. ഇവിടെ എന്ത് വരും? 55 വരും. അപ്പോൾ നമുക്ക് ഇത് 70ഉം ഇത് 60ഉമാണ്. 70ഉം 60ഉം എത്ര കിട്ടി? 130 കിട്ടി. 130ഉം 50ഉമാണ് 180. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും. മൊത്തം ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 70ഉം ഇത് 60ഉം 130. 130ഉം 50ഉം 180. അപ്പോൾ ഈ 50 പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും തൊടുവരയായി. ഈ 50 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഇതിലേക്ക് കൂടി എത്ര ഭാഗിക്കാം? 180 50 പോയാൽ 130 ഉണ്ടാവും. 130 സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ഈക്വലായി കൊടുത്താൽ ഇവിടെ 65 വരും. ഇത് 65 വരും. ഇവിടെ എത്ര വരും? ഇവിടെയും 65 വരും. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കുക. ഇത് 60 55 ബാക്കി ഇവിടെ ലീനിയർ പരം. ഇത് 3 കൂട്ടുമ്പോൾ 180 വരണം. അപ്പോൾ ഇത് 60 ഇത് 55. ഇപ്പോൾ ഇവിടെ എത്ര വരിക? ഇവിടെ 65 വരും. അപ്പോൾ 60 അല്ല 120 60 180 മൊത്തം 180 വരും. ഇവിടെ 65 ഇവിടെ 55. അപ്പോൾ ഇവിടെ ഇത് മൊത്തം കൂട്ടുമ്പോൾ 180 വരണം. ഇവിടെ എത്ര വരും? 60 വരും. ഇത് 65 ഇവിടെ 60. അപ്പോൾ ഇത് മൊത്തം കൂട്ടുമ്പോൾ 180 വരണം. ഇത് 60 120 ആയി. 120ഉം 5 125 ആയി. ബാക്കി എത്ര മതി? 55 മതി. അപ്പോൾ 3 ആംഗിളിൻ്റെയും ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഒന്നാമത് ബി പി ക്യു പറഞ്ഞാൽ ബി പി ക്യു ഇതാണ്. എത്രയായിട്ട്? 60 ഡിഗ്രി കിട്ടി. പി ആർ ക്യു പറഞ്ഞാൽ ഈ കോണാണ്. എത്ര കിട്ടി? 60 ഡിഗ്രി കിട്ടി. പി ക്യു ആർ എന്ന ത്രികോണത്തിലെ മറ്റ് 2 കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് 65 ഒന്ന് എന്ത് കിട്ടും? 55 കിട്ടും. ഒക്കെ സെയിം പ്രൊസീജിയറാണ്, സെയിം ഐഡിയയാണ്, സെയിം ലോജിക്കാണ് നമ്മൾ പറയുന്നത്. അടുത്ത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 31 പദങ്ങളുടെ തുക 620 ആണ്. ഈ ശ്രേണിയുടെ 16-ാം പദം എത്രയാണ്? സമാന്തര ശ്രേണി നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നടുവിലെ നമ്പർ എന്ന് പറയുന്നത് ആവറേജ് ആയിരിക്കും.
അതായത് ഇവിടെ 31 പദം ഉണ്ടെങ്കിൽ ഇവിടെ 15 പദം ഇവിടെ പോയി, 15 പദം ഇവിടെയും പോയി, ബാക്കി 16ാമത്തെ പദം ഇവിടെ വരിക. അത് ശരാശരി ആയിരിക്കും, ആവറേജ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. 16ാം പദം എന്ന് പറയുമ്പോൾ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 620 ബൈ എത്ര പദങ്ങളുണ്ട്? 31 സമയത്ത് കിട്ടും 20 കിട്ടും അല്ല 62, 31 62, 20 കിട്ടും. അപ്പോൾ 16ാം പദം എത്ര കിട്ടുക? 20 പിന്നെ അടുത്ത പ്രോപ്പർട്ടി തന്നെ പറയുന്നത് 15ാം പദം 17ാം പദം കൂട്ടിക്കഴിഞ്ഞാൽ, ഈ 15ാം പദം 17ാം പദം കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1 അവസാനം നമ്മൾ പറഞ്ഞ എത്രയാണ്? 31ാം പദം. 2ാം പദം ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ടായിരിക്കും 30ാം പദം ഉണ്ടായിരിക്കും. 3ാം പദം ഇവിടെ 27ാം പദം ഉണ്ടായിരിക്കും. അങ്ങനെ നടുവിൽ എന്തുണ്ടാവും? 15ാം പദം 17ാം പദം ഉണ്ടാവും. ഇവിടെ 15ാം പദം ഉണ്ടാവും, ഇവിടെ 16ാം പദം ഉണ്ടാവും, ഇവിടെ 17ാം പദം ഉണ്ടാവും. അങ്ങനെ ഈ പെയർ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ ഇരട്ടി വരിക. അതായത് 20 ആണല്ലോ, 20ൻ്റെ ഇരട്ടി എത്രയാണ്? 40 വരും. ഈ പെയർ മാത്രമല്ല, ഇനി 1ാമത്തെ പദം 31ാമത്തെ പദം കൂട്ടിയാലും ഈ 16ാം പദത്തിൻ്റെ ഇരട്ടി വരിക. 16 പദം എത്രയാണ്? 20 ആണ്. 20ൻ്റെ ഇരട്ടി എത്രയാണ്? 40 ആണ്. ഇതും എന്തായിട്ട് 40 വരിക. ഇനി 2ാം പദം 30ാം പദം കൂട്ടിയാലും എത്ര വരിക? 40 വരിക. 3ാം പദം 27ാം പദം കൂട്ടിയാൽ എത്ര വരിക? 40 വരിക. ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു വയ്ക്കണം. അടുത്ത 37, ചിത്രത്തിലെ വൃത്തം എ ബി സി ത്രികോണത്തിൻ്റെ വശങ്ങളെ പി ക്യു ആർ എന്ന ബിന്ദുക്കൾ തുറന്നു. കോൺ എ 50 ഡിഗ്രിയാണ്. കോൺ പി ഒ ക്യു എത്രയാണെന്ന് നോക്കുന്നുണ്ട്. ഇത് 50 ഡിഗ്രിയാണ്. ഇത് 50 ഡിഗ്രി ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും 90 ഡിഗ്രിയാണ് അല്ലേ? അതായത് ഈ തൊടുവരകൾ പിന്നെ ടച്ച് ചെയ്യുന്ന ആംഗിൾ, ആരവുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 150 ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടി 150 കിട്ടണം. അപ്പോൾ ഇത് 50 ഇത് എത്ര കിട്ടും? 130 കിട്ടും. അപ്പോൾ ഈ ആംഗിൾ ബി ഒ ക്യു എന്നുള്ളത്, പി ഒ ക്യു എന്നുള്ള ആംഗിൾ എത്ര കിട്ടുക? 130 കിട്ടുക. ഈ ആംഗിൾ 130 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ അടുത്ത് അതിൻ്റെ ബി പാർട്ട് പറഞ്ഞ കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷൻ ചെയ്യുക. 2 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. 2 കോണുകൾ 50 ഡിഗ്രി 70 ഡിഗ്രി ആയതും വശങ്ങളെല്ലാം ഈ വൃത്തത്തിൽ തൊടുവരകളായതുമായ ത്രികോണം വരയ്ക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള കണക്കാണ്. സെൻട്രൽ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് 100ഉം 140 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു ഇതാണ്. അടുത്ത ചോദ്യം, 2 ഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വ്യാസങ്ങളും ആരങ്ങളും ചുറ്റളവും ഒക്കെ നീളങ്ങളാണ്. അപ്പോൾ ഈ അംശബന്ധങ്ങൾ ഒരേ അംശബന്ധം തന്നെ വരുള്ളൂ. അതായത് അംശബന്ധം മാറില്ല. വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം, അല്ലെങ്കിൽ ആരട്ടത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം എന്ന് പറഞ്ഞിട്ട് അംശബന്ധം പകുതിയാക്കരുത്. മനസ്സിലാക്കേണ്ടത് വ്യാസവും ആരവും ചുറ്റളവ് ഇത് 3 ഒരേ നീളങ്ങളാണ്. നീളങ്ങളായതുകൊണ്ട് അംശബന്ധങ്ങൾ മാറില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2:3 എന്ന് തന്നെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം എന്ത്? ഇത് പരപ്പളവാണ്. പരപ്പളവ് എന്ന് പറയുമ്പോൾ നീളമല്ല, അപ്പോൾ അംശബന്ധം മാറും. ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ ഉപരിതല പരപ്പളവിൻ്റെ ഒരു സമവാക്യം ഉണ്ട്. എന്താണ്? 4πr² ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 4πr². അപ്പോൾ ഇതിൽ വരുന്ന മാറ്റം വർഗത്തിലേക്ക് പോവും. ആരം വർഗത്തിലേക്ക് പോവും. അപ്പോൾ ഈ അംശബന്ധവും വർഗത്തിലേക്ക് പോകും. അംശബന്ധം 2² എന്തായിട്ട് മാറും? 3² മാറും. 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 4:3² 6 എന്ന് എഴുതി പോയത്. എല്ലാ കുട്ടികളും 6 എന്ന് എഴുതി പോകും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് തെറ്റാണ്. അപ്പോൾ 3² എന്ന് പറയുമ്പോൾ 9. 4:9 എഴുതാം. ഒന്നാമത്തെ ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 16 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എത്രയായിരിക്കും? അപ്പോൾ ഇത് 16 സെൻറ്റിമീറ്ററായി. ഇപ്പോൾ 4:9 എന്നുള്ളത് 4 എന്തായി? 16ആയി. 4 × 4 ആണല്ലോ 14. 4 × 4 ആണല്ലോ 16 വരിക. അപ്പോൾ 4 × 4 വന്ന് 16 ആയപ്പോൾ ഇത് 9 × 4 4 × 4 16. 9 ഇവിടെ 4നെ 4 ഗുണിച്ച് 16 ആക്കി. 9ന് 4 ഗുണിച്ച് 9 × 4 എത്രയായി? 39. 36 പൈ സെൻറ്റിമീറ്റർ² എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ. 39ാം ചോദ്യം നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എപ്പോഴും ചോദിക്കുന്നതാണ്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരമനുസരിച്ച് എണ്ണം തിരിച്ച് പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉയരമുണ്ട്, കുട്ടികളുടെ എണ്ണമുണ്ട്, മധ്യമവും കാണാൻ പറയുന്നു. കുട്ടികളെ ഉയരമനുസരിച്ച് ക്രമത്തിൽ നിർത്തിയാൽ എത്രാമത്തെ കുട്ടിയാണ് മധ്യത്തിൽ വരുന്നത്? അതായത് മധ്യത്തിൽ നിന്ന് മധ്യമം എന്ന് പറയുന്ന അളവ് ഏത് കുട്ടിയുടെ ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. അതിന് കാണാൻ നമ്മൾ ഈ ടേബിളിനെ നമ്മൾ വേറെ രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതേണ്ടതുണ്ട്. അതായത് 140ന് താഴെ എന്ന രൂപത്തിലേക്ക്, 140ന് താഴെ, 150ന് താഴെ, 160ന് താഴെ, 170ന്
താഴെ 180 താഴെ 140 താഴെ 9 തന്നെയാണ്. 150 താഴെ 10 9 കൂട്ടി എത്ര വരും? 19 വരും. 160 താഴെ 19 10 കൂട്ടി എത്ര വരും? 29 വരും. 170 താഴെ 29 9 കൂട്ടി എത്ര വരും? 38 വരും. 180 താഴെ 38 7 കൂട്ടി എത്ര വരും? 45 വരും. ഇനി മനസ്സിലാക്കേണ്ടത് മൊത്തം എത്ര കുട്ടികളുള്ളത്? 45 കുട്ടികളുള്ളത്. അപ്പോൾ മധ്യത്തിൽ വരുന്ന കുട്ടി എത്രാമത്തെ കുട്ടിയായിരിക്കും എന്നുള്ള ചോദ്യം. മധ്യത്തിൽ വരുന്ന കുട്ടി എത്രാമത്തെ കുട്ടിയായിരിക്കും എന്നുള്ള ചോദ്യം. ഈ 45 ആളുണ്ടെങ്കിൽ 22 ആളപ്പുറത്ത് നിർത്തി, 22 ആളപ്പുറത്ത് നിർത്തി, അതായത് 44 ആളായി. നടുവിലുള്ള ആൾ എന്ന് പറയുമ്പോൾ 23ാമത്തെ ആളായിരിക്കും അല്ലേ? 45 ആളുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്താൽ 45 പ്ലസ് 1/2 ചെയ്താലും മതി. 45 പ്ലസ് 1/2 ചെയ്താലും മതി. 45 പ്ലസ് 1/2 ഇത് എന്ത് കിട്ടും? 46/2 കിട്ടും. 46/2 എത്രയാണ്? 23 ഇങ്ങനെ ആലോചിച്ചാലും മതി. 22 ആൾ പുറത്ത്, 22 ആൾ പുറത്ത്, നടുവത്തെ ആൾ 23. അപ്പോൾ 23ാമത്തെ ആളായിരിക്കും നടുവിലെ ആൾ എന്നുള്ളത് മനസ്സിലാക്കി. 20ാമത്തെ കുട്ടിയുടെ ഉയരം എത്രയായി സങ്കല്പിക്കാൻ ചോദിക്കുന്നുണ്ട്. 20ാമത്തെ കുട്ടിയുടെ ഉയരം എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ഈ ക്ലാസ്സിലാണ് വരുന്നത്. 20ാമത്തെ കുട്ടി എന്ന് പറയുന്നത് 19 കുട്ടി ഇവിടെ വന്നു, 20ാമത്തെ കുട്ടി ഇവിടെ വരുന്നത്. 20ാമത്തെ കുട്ടിയുടെ ക്ലാസ് 150 to 160 എത്ര ആൾ വരുന്നുണ്ട്? 10 ആൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 10 ഡിവിഷൻ ഉണ്ടാക്കണം. ഈ 150 to 160 10 ഡിവിഷൻ ആക്കണം. അപ്പോൾ 150 to 151 ഒരു ഡിവിഷൻ. പിന്നെ 151 to 152 അടുത്ത ഡിവിഷൻ. 152 to 153 അടുത്ത ഡിവിഷൻ. അങ്ങനെ അവസാനം 159 to 160 വരെയാണ് ലാസ്റ്റ് ഡിവിഷൻ. അങ്ങനെയാണ് മൊത്തം ഒരു ഡിവിഷൻ, 2 ഡിവിഷൻ, 10 ഡിവിഷനാണ്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഒന്നാമത്തെ ഡിവിഷനിലായിരിക്കും ആര് വരിക? ഈ 20ാമത്തെ കുട്ടി വരുന്നത്. ഒന്നാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 150 to 151. അതായത് 150 to 151 ഒന്നാമത്തെ കുട്ടി ഡിവിഷൻ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 150 151 എടുക്കാൻ പറ്റില്ല. അതിൻ്റെ മിഡിൽ എടുക്കണം. അതിൻ്റെ മിഡിൽ എത്രയാണ്? 150.5. അത് 150.5 അപ്പോൾ അത് കിട്ടി. മധ്യമുയരം കണക്കാക്കുക പറഞ്ഞാൽ 20ാമത്തെ കുട്ടിയിൽ നിന്ന് 23ാമത്തെ കുട്ടിയിലേക്ക് എത്തണം. 20ാമത്തെ കുട്ടി എന്ന് പറയുന്നത് എന്താണ്? 150.5 പ്ലസ് 23ാമത്തെ കുട്ടിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ 3 ഡിവിഷൻ കൂടി കൂട്ടണം. 3 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയും? ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 വാല്യൂണ് കിട്ടും. 3 ഡിവിഷൻ കിട്ടണം. അപ്പോൾ 153.5 എന്നുള്ള കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. 41ാം ചോദ്യം. ചിത്രത്തിൽ ABCD എന്നീ ഞാണുകൾ വൃത്തത്തിന് പുറത്ത് P എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. AB 4 സെൻറ്റിമീറ്റർ, PC 5 സെൻറ്റിമീറ്റർ, CD 7 സെൻറ്റിമീറ്റർ. PDയുടെ നീളം എത്രയാണ്? വളരെ സിമ്പിളാണ്. PDയുടെ നീളം PCCD ദാറ്റ് ഈസ് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ PD 5 7 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 5 7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും 12 സെൻറ്റിമീറ്റർ എന്ന് കറക്റ്റായിട്ട് ആൻസർ എഴുതാം. അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി PAയുടെ നീളം X എന്ന് എടുത്താൽ PBയുടെ നീളം എത്രയാണ്? PA X എടുത്തു, ഇത് X എടുത്തു എങ്കിൽ PB X + 4 അല്ലേ? ഇത് രണ്ടും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? X + 4 എന്ന് കിട്ടും. വളരെ സിമ്പിളാണ്. X ഉൾപ്പെടുന്ന രണ്ടാംകൃതി സമവാക്യം രൂപീകരിച്ച് PAയുടെ നീളം കണക്കാക്കുക. നമ്മൾ നേരത്തെ ഒരു ഞാണിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? PA × PB. PAയും PBയും ഗുണിച്ചാൽ PA × PB സമം PC × PD സമം PC × PD എന്നുള്ളൊരു നിയമം പഠിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെ ഇത് പുറത്ത് ഇൻ്റർസെക്ഷനാണ്, മറ്റു ഉള്ളിൽ ഇൻ്റർസെക്ഷനാണ്. PA × PB സമം PC × PD. അപ്പോൾ PA × PB എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? PA × PB എന്ന് പറയുമ്പോൾ X × X + 4 എന്ന് കിട്ടുന്നു. X × X + 4 സമം PC × PD അറിയുമ്പോഴോ PC × PD എന്ന് അറിയുമ്പോൾ PC is 5 and PD is 12. 5 × 12 എന്നും കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ X × X² + X² + 4 × X 4x സമം 5 × 12 60. മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗമാക്കുന്ന പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കിട്ടും X² + 4x + നമ്മൾ എന്താ പറഞ്ഞത്? ഇതിൻ്റെ പകുതി, ബിയുടെ പകുതി 2, അതിൻ്റെ വർഗം 2ൻ്റെ വർഗം 4. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബിയുടെ പകുതി 2 എടുക്കുക, 2ൻ്റെ വർഗം 4 ആഡ് ചെയ്യുക സമം. അപ്പോൾ ഇപ്പുറത്തും ആഡ് ചെയ്യണമല്ലോ. 60 +
4 കിട്ടും. അപ്പോൾ ഇത് എന്തിൻ്റെ സ്ക്വയറായി? എക്സ് പ്ലസ് ഇതിൻ്റെ വർഗ്ഗമൂലം 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 60 + 4 64ആയി. അപ്പോൾ എക്സ് പ്ലസ് 2 എന്ത് കിട്ടും? എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 64ൻ്റെ വർഗ്ഗമൂലം, അത് എത്രയാണ്? 8 കിട്ടും. അപ്പോൾ എക്സ് സമം എന്ത് കിട്ടും? 8 - 2 സമം എന്ത് കിട്ടും? 6 സെൻറ്റിമീറ്റർ കിട്ടും. എക്സ് ഉൾപ്പെടുന്ന രണ്ടാമത്തെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് പി എയുടെ നീളം കണക്കാക്കുക. അപ്പോൾ നമ്മൾ പി എ ആണ് എക്സ് സമം എന്ത് കിട്ടിയിട്ടുണ്ട്? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തു നോക്കാം. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളാണ് 3, 4, -3, -4. ഇവ വൃത്തകേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളാണ്. വ്യാസം 3, 4, -3, -4 ആയതുകൊണ്ട് വൃത്തകേന്ദ്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒന്നുകിൽ ഇത് രണ്ടും കൂട്ടിയിട്ട് നടുവെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ -3, -4 എവിടെ കിടക്കുന്നു? -3, -4 നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. -3, -4 എന്നുള്ള പോയിന്റ്, ഇത് -3, ഇത് -4 അവിടെ കിട്ടും. ഇനി 3, 4 അവിടെ കിട്ടും. 3, 4 നമുക്ക് ഏകദേശം ഇവിടെയും കിട്ടും. ഇതിൻ്റെ സെൻറ്റർ യോജിപ്പിക്കുമ്പോൾ 0, 0 വരിക. ഇനി അങ്ങനെ അല്ലെങ്കിൽ 3 + -3 നടു കാണാൻ 3 + -3/2 അല്ലേ? നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ പറഞ്ഞു. എന്താ ഇക്വേഷൻ പറഞ്ഞു? x1 + x2/2 y1 + y2/2. അപ്പോൾ 3 - 3 കൂട്ടുമ്പോൾ 0/2 0 കിട്ടും. 4 - 4 കൂട്ടുമ്പോൾ 4 + -4 0 0 എന്ത് കിട്ടും? 0. അപ്പോൾ സൂചക സംഖ്യ എന്തിൻ്റെ? വൃത്തകേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് 0, 0 അഥവാ ആധാരബിന്ദു അഥവാ മൂലബിന്ദുവാണ്. ഇനി വൃത്തത്തിൻ്റെ ആരം എത്രയാണെന്ന് കാണണം. വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കാൻ ഈ ബിന്ദുവിൽ നിന്ന് ഈ ബിന്ദുവിലേക്കുള്ള അകലം കണ്ടുപിടിച്ചാൽ മതി. ആ ബിന്ദുവിലേക്കുള്ള അകലം കണ്ടുപിടിക്കാൻ നമുക്ക് √(x² + y² ചെയ്താൽ മതി. √(x² എന്ന് പറഞ്ഞാൽ എന്താണ്? 3² + y² എന്ന് പറഞ്ഞാൽ എന്താ? 4². 3² എത്ര? 9. 4² 8 എന്ന് എഴുതരുത്, 16. 16 9 എത്രയാണ്? √25. √25 വരുമ്പോൾ എത്രയാണ്? 5. എപ്പോഴും എളുപ്പമായി കിട്ടുന്നതാണ്. 5 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 5 സെൻറ്റിമീറ്റർ. വൃത്തത്തിൻ്റെ ആരം കിട്ടിക്കഴിഞ്ഞു 5 സെൻറ്റിമീറ്റർ. ഈ വൃത്തത്തിൻ്റെ സമവാക്യം എഴുതാൻ പറയുന്നുണ്ട്. ഈ വൃത്തത്തിൻ്റെ സമവാക്യം എഴുതാൻ നമുക്ക് എപ്പോഴും നല്ലത് x² + y². അതായത് അകലം, ഒരു ബിന്ദു 0, 0, അതിലെ ഒരു ബിന്ദു XY. അപ്പോൾ അതിൻ്റെ ആരം എന്ന് പറയുന്നത് x² + y² സമം 5 എന്നല്ല 5² എന്ന് എഴുതുക. അപ്പോൾ x² + y² സമം റൂട്ട് ഉണ്ടെങ്കിൽ 5, x² + y² സമം 25 എന്ന് എഴുതുന്നതാണ് ഈ വൃത്തത്തിൻ്റെ, ഈ പറയപ്പെടുന്ന വൃത്തത്തിൻ്റെ എന്ത് പറയുന്നത്? സമവാക്യം എന്ന് പറയുന്നത് മനസ്സിലാക്കണം. അടുത്ത ചോദ്യം നോക്കാം. വൃത്ത സ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിൻ്റെ പാദത്തിൻ്റെ ആരം 8 സെൻറ്റിമീറ്ററും ഉയരം 15 സെൻറ്റിമീറ്ററുമാണ്. ഇതിൽ നിന്ന് പരമാവധി വലുപ്പമുള്ള ഒരു വൃത്തസ്തൂപിക ചെത്തിയെടുക്കുന്നു. വൃത്തസ്തൂപികയുടെ ആരം, ഉയരം ഇവ എത്രയാണ്? അതായത് വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ. ഈ വൃത്തസ്തംഭത്തിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആകൃതി. അതിൻ്റെ നമ്മൾ പറയുന്നത് ആരം, തടിക്കഷ്ണത്തിൻ്റെ ആരം പറയുന്നുണ്ട്. ആരം എത്ര സെൻറ്റിമീറ്റർ? 8 സെൻറ്റിമീറ്റർ. അതായത് ഇത് 8 സെൻറ്റിമീറ്ററാണ് ആരം. പിന്നെ നമ്മളുടെ 15 സെൻറ്റിമീറ്ററാണ് ഉയരം. അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററാണ്. ഇത്രയും ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്ന് വൃത്തസൂപിക ഉണ്ടാക്കിയാൽ നമുക്ക് ഇതേമാതിരി വൃത്തസൂപിക ഉണ്ടാക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് സെയിം സാധനം തന്നെയാണ്. അതിന് ചോദിക്കുന്നതിൻ്റെ ചെരിവുയരം എത്രയാണെന്നുള്ളതാണ്. ഇതിൻ്റെ ചെരിവുയരം, വൃത്തസൂപികയുടെ ആരം ഉയരം കണ്ടുപിടിക്കണം. വൃത്തസൂപിയുടെ ആരം ഉയരം നമുക്ക് എഴുതാം. വൃത്തസൂപിയുടെ ആരം ഉയരം 8ഉം 15ഉം തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ ചെരിവുയരം കണ്ടുപിടിക്കണമെങ്കിൽ ഇത് കർണാണല്ലോ. √(8² + 15²). 8² + 15² ആണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന നമ്പറുകളാണ്. 8² എത്ര കിട്ടും? 16 എന്ന് എഴുതരുത്, 64. 15² 30 എന്ന് എഴുതരുത്. 225 സമം √(225 + 64 289 കിട്ടും സമം 17 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 17 സെൻറ്റിമീറ്ററാണ് ചെരിവുയരം. അപ്പോൾ ചോദിക്കുന്നുണ്ട് വൃത്തസൂപിയുടെ വക്രതല പരപ്പളവ് എത്ര ചോദിക്കുന്നുണ്ട്. വക്രതല പരപ്പളവ് സമവാക്യം πRL ആണ്. π × R എത്രയാണ്? 8 സെൻറ്റിമീറ്ററാണ്. ഇൻറ്റു 8 സെൻറ്റിമീറ്ററാണ് ഇൻറ്റു L 17ആണ്. അപ്പോൾ 17 ഇൻറ്റു എന്ത് കിട്ടും നമുക്ക്? 17 × 8 കിട്ടും. 17 × 8 പറയുമ്പോൾ 80 80 56. അപ്പോൾ 80 56 136. 136 π സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ അല്ല, പരപ്പളവ് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നുള്ള കറക്റ്റുള്ള ആൻസർ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ചിത്രത്തിൽ ആംഗിൾ AEB 90 ഡിഗ്രിയാണ്. ആംഗിൾ C 50 ഡിഗ്രിയാണ്. ആംഗിൾ D 130 ഡിഗ്രിയാണ്. AB വ്യാസമായൊരു വൃത്തം വരച്ചാൽ ഈയുടെ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വ്യാസമാണെങ്കിൽ നമുക്ക് ഈ വൃത്തം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് വ്യാസമായിട്ട് വരച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വൃത്തത്തിൽ
ഇത് 90 ഡിഗ്രി ആണല്ലോ. ഈ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഈ ഈ കോൺ അവിടെ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് നിൽക്കും. വ്യാസം അത് 90 ഡിഗ്രി ആയതുകൊണ്ട് കൃത്യമായിട്ടും ഇത് വൃത്തത്തിലായിരിക്കണം. വൃത്തത്തിൽ അകത്ത് എഴുതരുത്, വൃത്തത്തിൽ പുറത്ത് എഴുത്, വൃത്തത്തിൽ എഴുതാം. ഈ വൃത്തത്തെ അടിസ്ഥാനമാക്കി സി ഡി എന്നീ ബിന്ദുക്കളുടെ സ്ഥാനം എവിടെയാണ്? സി തീർച്ചയായിട്ടും 90 കുറവ് കഴിഞ്ഞാൽ ഈ പോയിന്റ് പുറത്തായിരിക്കും, ഇത് പുറത്തായിരിക്കും. ഈ ഡി എന്നുള്ള ബിന്ദു അകത്തുമായിരിക്കും, 90 കൂടുതലാണ്, അപ്പോൾ ഇത് അകത്തുമായിരിക്കും. അപ്പോൾ സി പുറത്തായിരിക്കും, ഡി എവിടെയായിരിക്കും? അകത്തായിരിക്കും, വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കും. എ ബി സി ഡി എന്നീ 4 ബിന്ദുക്കൾ കൂടി കടന്നു പോകുന്നൊരു വൃത്തം വരയ്ക്കാൻ കഴിയുമോ ചോദിക്കുന്നുണ്ട്. അതായത് ഈ വൃത്തത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, വേറൊരു വൃത്തം ഇങ്ങനെ വരയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും വരയ്ക്കാൻ കഴിയും. കാരണം 50, 150, 180ആണ്. 50, 130 കൂട്ടുമ്പോൾ 180. അപ്പോൾ ഇതൊരു ചക്രീയ ചതുർഭുജമായിട്ട് മാറും എന്നുള്ള പറയുന്നത്. അത് എതിർശീർഷ കോണുകൾ എന്താണ്? അനുപൂരകങ്ങളാണ്. രണ്ടും കൂടി കൂട്ടി 180 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രൂപത്തിലൊരു വൃത്തം വരയ്ക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള ഗണിതാശയം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നുള്ളതാണ്. 2ന്റെ കൃതികളായ എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത പരിശോധിക്കാം. 2ന്റെ കൃതികൾ പറയുന്നത് 2 കൃതി 1 ഒന്നുകളുടെ സ്ഥാനത്തേക്കം, അതായത് അവസാനം വരുന്ന ആ സംഖ്യയുടെ അവസാനം വരുന്ന ഒറ്റയുടെ സ്ഥാനത്തേക്കം 2 എന്ന് പറയുന്നത്. 2 കൃതി 4, 2 സ്ക്വയർ 4, 2 ക്യൂബ് 8, 2 കൃതി 4 16, 2 കൃതി 5 32, 2 കൃതി 6 64, 2 കൃതി 7 128, 2 കൃതി 8 256. ഇനി 2 കൃതി 9 നമുക്ക് പറയാൻ പറ്റും, ഒറ്റയുടെ സ്ഥാനത്തൊക്കെ മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ 6 വരുന്നുണ്ടെങ്കിൽ ഇനി 6 × 2 ആണല്ലോ വരിക. 2 കൃതി 9 പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി, അപ്പോൾ 2ലാണ് അവസാനിക്കും. 2 കൃതി 10 തീർച്ചയായിട്ടും ഈ 2 കഴിഞ്ഞിട്ട് ഈ 2 4 അവസാനിക്കും. 2 കൃതി 11 തീർച്ചയായിട്ടും ഈ 4 2 കഴിക്കുമ്പോൾ 8 അവസാനിക്കും. അതായത് 2 4 8 6 എന്നുള്ള സർക്കിൾ, ഈ സർക്കിൾ കണ്ടല്ലോ, ഈ 2 4 6 8 സർക്കിൾ, ഈ 2 4 6 8 സർക്കിൾ, ഈ 2 4 6 8 സർക്കിൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് സ്വഭാവം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2ന്റെ കൃതികളായ എണ്ണൽ സംഖ്യകളുടെ ഒന്നുകളുടെ സ്ഥാനത്ത് വരാത്ത അക്കം ഏതാണ്? 2 3 4 6, ഈ 3 വരില്ല ഒരിക്കലും. 2 4 8 6 6 8, 2 4 8 6 മാത്രമേ വരുള്ളൂ, 3 ഒരിക്കലും വരില്ല. അപ്പോൾ ഇതിൽ 3ആണ് ആൻസർ. 2 കൃതി 9ന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? വളരെ കറക്റ്റായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, 2ആണ്. 2 കൃതി 9, അപ്പോൾ 2 എഴുതിയിട്ടുണ്ട്. 2 കൃതി 100ന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എന്താണ്? 2 കൃതി 100. ഇതിനൊരു പ്രത്യേകതയുണ്ട്. 2 കൃതി 100 നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമ്പോൾ 25 × 4 എന്നല്ലേ വരിക. അതായത് 4 കൊണ്ട് കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റും. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുക വെച്ചാൽ എപ്പോഴും 6 ആയിരിക്കും. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുക വെച്ചാൽ എപ്പോഴും 6 ആയിരിക്കും. 4 കൊണ്ട് ഇവിടെ ഹരിക്കാൻ പറ്റുക വെച്ചാൽ 12 വരികയാണ്. അപ്പോൾ എത്ര വരും? 6 ആയിരിക്കും. അപ്പോൾ ഈ ആൻസർ എപ്പോഴും 6 ആയിരിക്കും ആൻസർ. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുക വെച്ചാൽ അതിൻ്റെ ആൻസർ 6 ആയിരിക്കും. 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ 2 കൃതി 100ന്റെ ഒന്നുകളുടെ സ്ഥാനത്ത് ആക്കാൻ ചോദിച്ച്, അപ്പോൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, അപ്പോൾ 6 ആയിരിക്കും ആൻസർ. 2 കൃതി 11ന്റെ ഒക്കെ സ്ഥാനത്താക്കം 6 ആണെങ്കിൽ, 2 കൃതി n-ന്റെ ഒന്നുകളുടെ സ്ഥാനത്താക്കം 6 ആണെങ്കിൽ n ആകാവുന്ന സംഖ്യ ഏത്? അത് 6 വരുന്നത് ഏതെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ n ആകാവുന്ന സംഖ്യ നമ്മൾ 4ന്റെ മൾട്ടിപ്പിൾ, ഇവിടെ തന്നെ പറഞ്ഞല്ലോ 100 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതിൽ 4ന്റെ മൾട്ടിപ്പിൾ എടുക്കണം നമ്മൾ. ഇതിൻ്റെ 4ന്റെ മൾട്ടിപ്പിൾ ഏതാ? 12ആണ് ഇതിൻ്റെ 4ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 12 എടുക്കണം. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത m+n = 26 ആണ്. 2m × 2n = ഒന്നുകളുടെ സ്ഥാനത്ത് അക്കം എന്ത് ചോദിക്കുന്നുണ്ട്. m+n 26 ആണ്. അപ്പോൾ 26നെ 4 കൊണ്ട് ഹരിക്കുക. 26നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 ആണ്. ശിഷ്ടം 2 വരും. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്നതൊക്കെ എവിടേക്കാണ് പോകുന്നത് കാണിച്ചു തരാം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന 6 കണ്ടോ, 4 അവസാനിക്കുക. ഇനി 10 കണ്ടോ, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 അല്ലേ. ഈ 10നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 അല്ലേ. അല്ലെ ഇങ്ങനെ കണക്കാക്കിയാൽ മതി. 2 കൃതി 24, അതായത് ഇപ്പോൾ 24 ആയിരുന്നുവെങ്കിൽ 2^24 ആയിരുന്നു വെച്ചാൽ ഇത് 6 അവസാനിക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞു 4ന്റെ മൾട്ടിപ്പിളൊക്കെ 6 അവസാനിക്കുന്നത്. 2^4 വരുമ്പോൾ 6 അവസാനിക്കുന്നു. അപ്പോൾ 2^25 അവസാനിക്കും, 2 അവസാനിക്കും. 2^25 2 അവസാനിക്കും. 2^26 അപ്പോൾ തീർച്ചയായിട്ടും അവസാനിക്കണം, 4 അവസാനിക്കണം. ദർഫോർ കറക്റ്റ് ആൻസർ ഈസ് 4 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തത്. അധികം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.
കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആൻസർ കീ അയച്ചു കൊടുക്കണം. സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ടെക്നിക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കേ.